നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏട്ടത്തിയുടെ കാര്യം ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ശ്രേയമോളുടെ കാര്യം എന്തായി? എന്റെ മോൾ ഇല്ലാതായ ഇവിടെ പലർക്കും സമാധാനാവുമല്ലോ. ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലേ, ഇത് ഹോസ്പിറ്റലാ. ഏത് പോലീസ് സ്റ്റേഷൻ ആയാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എന്റെ മോളുടെ കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഈ പൊട്ടിപ്പെണ്ണിന്റെ 2 കണ്ണും ഞാൻ കുത്തി പൊട്ടിക്കും. ഇവൾ ഒറ്റ ഒരുത്തി കാരണ എന്റെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചത്. എടി, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച നീ 2 കണ്ണും ഇല്ലാതെ ജീവിക്കേണ്ടി വരും. മനസ്സിലായോ? എന്തിനാ ചോട്ടിന് വഴക്ക് പറയുന്നത്? അവള് മനഃപൂർവ്വം ചെയ്തതല്ലോ. അല്ലെന്ന് എങ്ങനെ പറയും? ഇവള് ഇവളുടെ അനിയത്തിയും കൂടി എന്റെ മോളെ കൊല്ലാൻ മനഃപൂർവ്വം കൊണ്ടുവന്നതായത്. എനിക്കതിൽ ഒരു സംശയമില്ല. പൊട്ടിപ്പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിച്ച ആരും സംശയിക്കില്ലല്ലോ. അനാവശ്യം പറയരുത്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ആർക്കാ ആവശ്യം? എന്റെ മോളെ കൊല്ലാൻ ചെയ്തതിന്റെ ഫലം പാവം എന്റെ ചേച്ചിക്കും കിട്ടി. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല രൂപേഷേട്ടാ, ഇപ്പൊ ഈ പറഞ്ഞതിന് എനിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. നിങ്ങളുടെ മോളെ ഞങ്ങൾ എന്തിനു കൊല്ലാൻ ശ്രമിക്കണം? ഞങ്ങൾക്ക് എന്താ അതിന്റെ ആവശ്യം? കടയിൽ നിന്ന് ഞാനാ ആ പാർട്ടി പോപ്പർ വാങ്ങിക്കൊണ്ട് വന്നത്. എന്റെ അനിയത്തി അതെടുത്ത് പൊട്ടിച്ചു. അല്ലാതെ ഇവളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ ബാഗ് ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം നിങ്ങളാണ് അത് മാറ്റിയതെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യും? അമ്മയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാനും എന്റെ അനിയത്തിയും ചെയ്യില്ല. പക്ഷേ നിങ്ങളോ? ഞാൻ വന്നു കയറിയവളാ. എന്റെ അനിയത്തിയും എന്റെ കൂടെ വന്നതാ. ഞങ്ങൾക്ക് ആരോടും ഒരു വൈരാഗ്യവും ഇല്ല. പക്ഷേ അവിടെ നടക്കുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം. അതൊന്നും എന്നെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കരുത്. നിങ്ങളെ ആരെയും അപമാനിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ വെറുതെ എന്നെയും എന്റെ അനിയത്തെയും ഇതിലേക്ക് വലിച്ചിട്ടാലുണ്ടല്ലോ, ഇതിന്റെ സത്യം തെളിയിക്കാൻ ഞാൻ ഇറങ്ങും. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. എന്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ എല്ലാവരും മറുപടി പറയണം. ഞങ്ങൾ വരുന്നതിന് മുൻപും ഇത്രയും കാലം നിങ്ങൾ ഒരുമിച്ചല്ലേ ജീവിച്ചത്? ചേച്ചിക്ക് വേണ്ടി മാത്രം ജീവിച്ച അനിയനല്ലേ? എന്നിട്ടെന്തേ ഇതുവരെ സ്വന്തം ചേച്ചിയുടെ പിറന്നാൾ ആഘോഷിച്ചില്ല? ജീവിതത്തിൽ സ്വന്തം പിറന്നാൾ ഒരു തവണയെങ്കിലും ആഘോഷിക്കാത്തവരായി ആരുമില്ല. പക്ഷേ മരുവത്തൂർ വീട്ടിൽ ഇന്ന് വരെ അമ്മയുടെ പിറന്നാള് നിങ്ങൾ ആരും ആഘോഷിച്ചിട്ടില്ല. അതിനെന്താ കാരണം? അമ്മ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് അല്ലേ? സ്വന്തം പിറന്നാൾ ആഘോഷിക്കാൻ അമ്മയ്ക്ക് എന്തോ ഒരു മടിയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും അമ്മ സുഖം പ്രാപിച്ച് പുറത്തേക്ക് വരട്ടെ. അതെന്താണെന്ന് അമ്മ തന്നെ പറയും. ഡോക്ടറെ, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പേഷ്യന്റ് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. മെഡിസിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ബോധം തെളിയാൻ ഇനി കുറച്ചുകൂടി സമയമെടുക്കും.
ബർത്ത്ഡേക്ക് പാർട്ടി പോപ്പർ പൊട്ടിച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചെന്നല്ലേ പറഞ്ഞത്? ആ അതെ ഡോക്ടർ. അതെവിടെ നിന്നാ വാങ്ങിയത്? അത് അത് ടൗണിലെ ഒരു കടയിൽ നിന്നാ. സാധാരണ അതിൽ വർണ്ണക്കടലാസുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. പക്ഷെ ഇതില് മറ്റെന്തോ കൂടെ ഉണ്ടായിരുന്നു. അതെന്താ ഡോക്ടർ? അതെന്തോ ഒരു കെമിക്കലാണ്. കെമിക്കലോ? ഡോക്ടർ എന്തായി പറയുന്നത്? അതെ, കെമിക്കൽ തന്നെയാ. അതെന്താണെന്ന് അറിയണമെങ്കിൽ ലാബിൽ നിന്നുള്ള റിസൾട്ട് വരണം. അപ്പോ അത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ ഡോക്ടർ? അത് പരിശോധനയ്ക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവളെ ഡോക്ടർ അത് വാങ്ങിക്കൊണ്ടുവന്നത്? ഈ സംഭവത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇവൾക്കാ. ഇവൾക്കറിയാം എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്. അല്ലാതെ ഒന്നും സംഭവിക്കില്ല. പറയടി, നീ എന്താ ചെയ്തത്? അതിനെക്കുറിച്ച് നിങ്ങൾ തമ്മിൽ വഴക്കുകൂടണ്ട. വിവരം പോലീസിൽ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അവര് കണ്ടുപിടിച്ചോളൂ. അയ്യോ, അത് വേണ്ട ഡോക്ടറെ. പോലീസിലെ കംപ്ലൈന്റ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അതെന്താ പോലീസ് വരണ്ട എന്ന് പറഞ്ഞത്? പോലീസ് വരട്ടെ. വേണ്ട ഡോക്ടറെ, ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം. പോലീസിൽ അറിയിക്കണോ വേണ്ടതെന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. പോലീസ് വരുമെന്ന് കേട്ടപ്പോ എന്താ രണ്ടുപേർക്കും ഒരു ഭയം? ആർക്ക്? ഞങ്ങൾക്കോ? ഞങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? പോലീസ് വന്ന ആദ്യം കൊണ്ടുപോകുന്നത് നിന്നെയും നിന്റെ അനിയത്തിയായിരിക്കും. ഞങ്ങളെ കൊണ്ടുപോവാണെങ്കിൽ സത്യം എന്താണെന്ന് പോലീസിന് മനസ്സിലാവും. ഞങ്ങളെ വെറുതെ വിടുകയും ചെയ്യും. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല പോകുന്നത്. കൂടെ നിങ്ങളും ഉണ്ടാവും. ഞങ്ങളോ? ഞങ്ങളെന്തിനു പോലീസ് കൊണ്ടുപോകണം? എനിക്ക് നിങ്ങളെ സംശയമുണ്ടെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും മനസ്സറിവുണ്ടെങ്കിൽ നിങ്ങൾ പെടും. നർസിനെ, എനിക്ക് എന്റെ അമ്മയൊന്ന് കാണണം. രൂപേഷേട്ടാ, ബോധം തെളിഞ്ഞിട്ടില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? പിന്നെ എങ്ങനെ കാണും? അവര് അകത്തേക്ക് കയറ്റിവിടില്ല. അതൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് എന്റെ അമ്മയെ കണ്ടേ പറ്റൂ. രൂപേഷേട്ടാ, രൂപേഷേട്ടാ. പവിത്ര ഒന്ന് വന്നേ. പോലീസ് വരൂ.